ആ നിയമവശങ്ങളൊന്നും എനിക്കറിഞ്ഞുകൂടാ. അതൊക്കെ പോലീസ് പരിശോധിച്ച് നടപടി സ്വീകരിക്കേണ്ടതാണ്. ഇത് സംബന്ധിച്ചുള്ള കാര്യം ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ആ DGPക്ക് ഞാൻ പരാതി കൊടുത്തു. അത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അതിനു പുറമെ DC ബുക്സിന് നിയമ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് വിശ്വൻ മുഖാന്തരം നോട്ടീസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ശ്രീകുമാറിനെന്തും എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് ശ്രീകുമാറിനെ അറിഞ്ഞുകൂടാ. ഒരു ഡ്രാഫ്റ്റ് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ഒരാൾക്കും ഡ്രാഫ്റ്റ് കൊടുത്തിട്ടില്ല. ഞാൻ ഒരാൾക്കും ഡ്രാഫ്റ്റ് കൊടുത്തിട്ടില്ല. ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല. ഒരാളുമായിട്ടൊരു കരാറും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, അന്ന് രാവിലെ ഉണ്ടാക്കിയൊരു പ്രളയം ഒരു ജാവേദ്കർ 1.5 കൊല്ലം മുമ്പ് ഞാൻ കണ്ടതാ. എന്നെ കാണാമെന്ന അദ്ദേഹം. അതാണ് വലിയ വാർത്തയുണ്ടാക്കി ഭൂകമ്പമുണ്ടാക്കിയത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ആ ദിവസം തെരഞ്ഞെടുത്തു. അതാണ് അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന. ആ കാര്യങ്ങളെല്ലാം വിളിച്ചെത്തു കൊണ്ടുവരണം. അതൊരു കോൺസ്പിരസിയാണ്. അതെ, അത് നമുക്ക് കണ്ടെത്താം. ഞാനതിനാണ് ശ്രമിക്കുന്നത്. പരാതി കൊടുത്തോ അതിനു വേണ്ടിയിട്ടാണ്. അതിന്റെ അടിസ്ഥാനത്തെ കാര്യങ്ങൾ നോക്കാം. ഷാജിക്കെതിരെ സംസ്ഥാന സർക്കാർ വിജിലൻസ് കേസെടുത്തിരുന്നു. അതിപ്പോൾ അതിനെതിരെ റദ്ദാക്കിയതിനെതിരെ സുപ്രീം കോടതി സർക്കാർ സമീപിച്ചു. അത് തള്ളിയിട്ടാണ് സുപ്രീം കോടതി. അല്ല, അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാനത് പരിശോധിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ എന്റെ സാധ്യതകൾ വെച്ചുകൊണ്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിലാണ് ഇത് വന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരണമെങ്കിൽ സാധാരണഗതിയിൽ അങ്ങ് ഒരു നിലവാരമുള്ളൊരു പത്രമായിട്ടാണ് ഞാൻ കണക്കാക്കിയത്. എങ്ങനെയാണ് അതിൽ വന്നത്? അതിൽ എങ്ങനെ വരുത്തി? എവിടുന്ന് അവർക്ക് കിട്ടി? ഇതെല്ലാം ഒരു പ്രശ്നമാണ്. ഞാൻ അറിയാതെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പ്രകാശനം 13-ാം തീയതി 10:00 വെച്ചിട്ട് DC ബുക്സിന്റെ ഫേസ് പേജിൽ വന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്രമാത്രം തെറ്റായിട്ടുള്ള നടപടിയാണ്. എല്ലാ വസ്തുതകളും അത് ഏത് കാര്യങ്ങളും വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ പ്രതികരിക്കൂ. സംശയത്തിന്റെ മുനയിൽ ഒരാളെ നിർത്താനോ ഏതെങ്കിലും ഭാഗത്ത് നിർത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ വസ്തുതകളും പുറത്തുവരും. എല്ലാം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ.